ഹലോ, നമസ്കാരം. ബിയോണ്ട് ദ ബ്രഷ് എന്ന എൻ്റെ ബ്യൂട്ടി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ നമുക്ക് നമ്മുടെ സ്വന്തം സ്കിൻ ടൈപ്പ് ഏതാണെന്നൊന്ന് മനസ്സിലാക്കിയാലോ. നമുക്ക് പ്രധാനമായിട്ടും 4 തരത്തിലാണ് സ്കിൻ ടൈപ്സ് ഉള്ളത്. 1 നോർമൽ, 2 ഓയിലി, 3 ഡ്രൈ, 4 കോമ്പിനേഷൻ. അപ്പം നോർമൽ സ്കിന്നിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കിയാലോ. നോർമൽ സ്കിൻ എന്ന് പറയുന്നത് നല്ല ഫ്രഷ് ആയിരിക്കും, യാതൊരുവിധ ബ്ലമിഷസോ മാർക്സോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല, നല്ല സ്മൂത്ത് ടെക്സ്ചറായിരിക്കും. ഇങ്ങനെയുള്ള സ്കിന്നുകാരെ നമുക്ക് നോർമൽ സ്കിൻ എന്ന് പറയാം. രണ്ടാമത്തെ സ്കിൻ ടൈപ്പാണ് ഓയിലി സ്കിൻ. ഓയിലി സ്കിന്നിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവർക്കൊരു തിളക്കം ഉണ്ടായിരിക്കും. അതുമാത്രമല്ല, അവർക്ക് പിമ്പിൾസ് ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടായിരിക്കും, പിന്നെ പോസുകളുണ്ടായിരിക്കും. അങ്ങനത്തെ സ്കിന്നുകാരെ നമുക്ക് എന്ത് പറയാം? ഓയിലി സ്കിന്നാണെന്ന് പറയാം. മൂന്നാമത്തെ സ്കിൻ ടൈപ്പാണ് ഡ്രൈ സ്കിൻ. ഡ്രൈ സ്കിന്നുകാരെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കും, വെള്ളം കിട്ടിയിട്ട് ഒരു 10 മാസമായതുപോലെ. അതുമാത്രമല്ല, കണ്ണിൻ്റെ അവിടെയും മൗത്തിന് ചുറ്റുമൊക്കെ ഫൈൻ ലൈൻസും ഉണ്ടായിരിക്കും. ഇങ്ങനത്തെ സ്കിന്നുകാരെ നമുക്ക് ഡ്രൈ സ്കിന്നായിട്ട് കണക്കാക്കാം. ഇനി നാലാമത്തെ സ്കിൻ ടൈപ്പാണ് കോമ്പിനേഷൻ സ്കിൻ. കോമ്പിനേഷൻ സ്കിന്നിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് T-സോൺ ഓയിലി ആയിരിക്കും, C-സോൺ ഡ്രൈയും ആയിരിക്കും. അത് തിരിച്ചും വരാം, T-സോൺ ഡ്രൈയും C-സോൺ ഓയിലിയുമാകാം. ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും, സെൻസിറ്റീവ് എന്ന് പറയുന്ന ഒരു സ്കിൻ ടൈപ്പ് അല്ലേ എന്ന്. സെൻസിറ്റീവ് എന്ന് പറയുന്ന ഒരു സ്കിൻ ടൈപ്പല്ല, അതൊരു സ്കിൻ കണ്ടീഷനാണ്. നമുക്ക് ആ സമയത്തുണ്ടാകുന്ന ഹോർമോണൽ ഇൻബാലൻസ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ കൊണ്ടോ ഒക്കെ നമുക്ക് ആ സമയത്ത് സെൻസിറ്റീവ് സ്കിൻ ഉണ്ടാകാം. ഇത് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്